ഡിയർ ഫ്രണ്ട്സ്, USS ടിപ്സിൻ്റെ സോഷ്യൽ സയൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്ററായ എക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സോഷ്യൽ സയൻസിലെ കഴിഞ്ഞ 4 ചാപ്റ്ററിലും നാം വിശകലനം ചെയ്തത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അഥവാ ചരിത്രവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളായിരുന്നു. എന്നാൽ 5th ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ മറ്റൊരു പാർട്ടായ എക്കണോമിക്സ് അഥവാ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ്, ദി ആക്ടിവിറ്റീസ് വിച്ച് ജനറേറ്റ് ഇൻകം ആർ കോൾഡ് ഡാഷ്. വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ, എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. എക്സാമ്പിൾ: ഫാമിംഗ്, കൃഷിപ്പണി, ടീച്ചിങ്, അധ്യാപനം, ഗവൺമെൻറ് സർവീസ്, സർക്കാർ ഉദ്യോഗം, മെഡിക്കൽ ഫീൽഡ്, ചികിത്സ. ഇവയെല്ലാമാണ് നമുക്ക് പരിചിതമായ തൊഴിലുകൾ. ഇവയിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. സെക്കൻഡ്, വാട്ട് ഈസ് പ്രൈമറി സെക്ടർ? പ്രാഥമിക മേഖല എന്നാൽ എന്ത്? ആൻസർ, ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കോൾഡ് പ്രൈമറി സെക്ടർ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെയാണ് പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പ്രൈമറി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. പ്രാഥമിക മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ആൻസർ, അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖല. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ടാസ്ക്, വാട്ട് ഈസ് സെക്കൻഡറി സെക്ടർ? ദ്വിതീയ മേഖല എന്നാൽ എന്ത്? ആൻസർ, there are economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയെയാണ് ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സെക്കൻഡറി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ദ്വിതീയ മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ആൻസർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല അഥവാ വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മേഖലയാണിത്. നെക്സ്റ്റ് ടാസ്ക്, വാട്ട് ഈസ് ടെറിട്ടറി സെക്ടർ? തൃതീയ മേഖല എന്നാൽ എന്ത്? ആൻസർ, the services of transport and communication are essential for supplying these products to the customers. All these are services of tertiary sector. ഉൽപ്പന്നങ്ങൾ നിർമ്മാതാക്കളിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദി അതർ നെയിം ഓഫ് ടെറിട്ടറി സെക്ടർ. തൃതീയ മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ആൻസർ, സർവീസ് സെക്ടർ അഥവാ സേവന മേഖല. സർവീസ് സെക്ടറിന് എക്സാമ്പിളാണ് എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ് ആൻഡ് IT. ഇവയെല്ലാം സേവന മേഖലയിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, classify the economic activities given below into different sectors. താഴെ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലയിൽ ഉൾപ്പെടുന്നുവെന്ന് തരംതിരിച്ചെഴുതുക. ഫസ്റ്റ്, ഫിഷിംഗ്, മത്സ്യബന്ധനം. ഫാക്ടറി വർക്ക്സ്, ഫാക്ടറി തൊഴിൽ. റിയൽ എസ്റ്റേറ്റ്. ടീച്ചിങ്, മൈനിങ്, ഖനനം. ഇലക്ട്രിസിറ്റി ജനറേഷൻ, വൈദ്യുതി ഉൽപ്പാദനം. ബാങ്കിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കെട്ടിട നിർമ്മാണം. ആൻസർ,
നമുക്ക് ഓരോന്നും ഏതെല്ലാം മേഖലകളിൽ ഉൾപ്പെടുന്നു നോക്കാം. ഫസ്റ്റ്, പ്രൈമറി സെക്ടർ. ഫിഷിംഗ് ആൻഡ് മൈനിങ്, മത്സ്യബന്ധനവും ഖനനവും പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. സെക്കൻഡ്, സെക്കൻഡറി സെക്ടർ. ഫാക്ടറി വർക്ക്സ്, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇവ മൂന്നും ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. ആൻഡ് ടെറിട്ടറി സെക്ടർ, തൃതീയ മേഖലയിൽ ഏതെല്ലാം ഉൾപ്പെടുന്നു നോക്കാം. റിയൽ എസ്റ്റേറ്റ്, ടീച്ചിങ് ആൻഡ് ബാങ്കിങ്. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്സ് വിച്ച് സെക്ടർ? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് മേഖലയിൽ? ആൻസർ, പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയിൽ. പ്രാഥമിക മേഖലയിലാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് സെക്ടർ ഗീവ്സ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്? ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരം നൽകുന്ന മേഖല ഏത്? ആൻസർ, പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത്. നെക്സ്റ്റ് ടാസ്ക്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് ബാങ്കിങ് ഇൻക്ലൂഡ്സ് ഡാഷ് സെക്ടർ? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ് എന്നിവ ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ്? ആൻസർ, ടെറിട്ടറി സെക്ടർ അഥവാ തൃതീയ മേഖല. സേവന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് സെക്ടർ ഗീവ്സ് ഹയസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓൾ പീരീഡ്സ്? ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ കാണപ്പെടുന്നത്? ആൻസർ, പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയിലാണ് എല്ലാ കാലഘട്ടത്തിലും തൊഴിലവസരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ പ്രധാന ചുമതലകൾ ഏതെല്ലാം? ആൻസർ, ഫസ്റ്റ്, കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ. സ്ഥിതി വിവരണ കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. സെക്കൻഡ്, കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസ്. എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവരണ കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. തേർഡ്, എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിംഗ് ഡാറ്റ. സ്ഥിതി വിവരണ കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഇവയെല്ലാമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ പ്രധാന ചുമതലകൾ. നെക്സ്റ്റ് ടാസ്ക്, ദ പീപ്പിൾ ഇൻ അർബൻ ഏരിയാസ് whose intake of nutritious food is less than dash calories. നഗരപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? ആൻസർ, 2100 കലോറീസ്. 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്നവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, ദ പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ് whose intake nutritious food is less than dash calories. ഗ്രാമപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? ആൻസർ, 2400 കലോറീസ്. 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്നവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് ഈസ് ദ ലോവസ്റ്റ് പോവർട്ടി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ എക്കണോമിക് സർവേ? പുതിയ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ആൻസർ, ഗോവ. ഗോവയാണ് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് ഈസ് ദ ഹയസ്റ്റ് പോവർട്ടി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ എക്കണോമിക് സർവേ? പുതിയ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്?
ആൻസർ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സംസ്ഥാനം. നെക്സ്റ്റ് ടാസ്ക്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പാഡി പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ നെല്ലുൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. നെക്സ്റ്റ്. വാട്ട് ആർ ദി പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പരിപാടികൾ ഏതെല്ലാം? ആൻസർ ഫസ്റ്റ്, ഇൻ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സംയോജിത ശിശു വികസന പരിപാടി. സെക്കൻഡ്, മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾ, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി. ആൻഡ് തേർഡ്, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇവയെല്ലാമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പരിപാടികൾ. നെക്സ്റ്റ് ടാസ്ക്. വാട്ട് ആർ ദി പോവർട്ടി അലിവിയേഷൻ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികൾ ഏതെല്ലാം? ആൻസർ ഫസ്റ്റ്, അന്നപൂർണ. സെക്കൻഡ്, അന്ത്യോദയ അന്നയോജന. തേർഡ്, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആൻഡ് ലാസ്റ്റ്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇവയെല്ലാമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികൾ. നെക്സ്റ്റ്. നെയിം ഓഫ് ദി ഗവൺമെൻറ് പ്രോഗ്രാം ഡിസ്ട്രിബ്യൂട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് ടു ചിൽഡ്രൻ ബിലോ ദി ഏജ് 6 years, പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ലാക്ടേറ്റിംഗ് മദർ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് അംഗൻവാടി വഴി നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതി ഏത്? ആൻസർ ഇൻ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സംയോജിത ശിശു വികസന പരിപാടി. നെക്സ്റ്റ്. നെയിം ഓഫ് ദി ഗവൺമെൻറ് പ്രൊജക്ട് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് 35 kilo ഓഫ് റൈസ് ആൻഡ് വീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് Rs3 and 2 rupees per month റെസ്പെക്റ്റീവ്ലി. ദാരിദ്ര്യരേഖ താഴെ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും നൽകുന്ന സർക്കാർ പദ്ധതി ഏത്? ആൻസർ അന്ത്യോദയ അന്നയോജന. നെക്സ്റ്റ് ടാസ്ക്. നെയിം ഓഫ് ദി പ്രോഗ്രാംസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം സഹായം നൽകുന്ന പദ്ധതി. ആൻസർ നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഓക്കെ. നെക്സ്റ്റ്. നെയിം ഓഫ് ദി പ്രൊജക്ട് ഗ്യാരണ്ടീസ് 100 days എംപ്ലോയ്മെൻറ്റ് ദ പേഴ്സൺ അബോവ് ദി ഏജ് ഓഫ് 18 years. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുമുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏത്? ആൻസർ മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അഥവാ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതിയിൽ അംഗമായവർക്ക് വർഷത്തിൽ 100 ദിവസം ജോലി ഉറപ്പു നൽകുന്നു. നെക്സ്റ്റ്. നെയിം ഓഫ് ദി ഗവൺമെൻറ് പ്രൊജക്ട് ഇറ്റ് ഫ്രീ സപ്ലൈ 10 kilo ഓഫ് റൈസ് എവറി മന്ത് ത്രൂ റേഷൻ ഷോപ്പ് ടു ദി പീപ്പിൾ അബോവ് ദി ഏജ് ഓഫ് 65 ഹു ഹാവ് നോ ഇൻകം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന പദ്ധതി. ആൻസർ അന്നപൂർണ. അന്നപൂർണ പദ്ധതി അനുസരിച്ചാണ് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 10 കിലോ അരി സൗജന്യമായി ലഭിക്കുന്നത്.
Next task. Which of the government programs demands the conditions that 1/3 of beneficiaries should be women? ഗുണഭോക്താക്കളിൽ മൂന്നിലൊരു ഭാഗവും സ്ത്രീകൾ ആയിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി. ആൻസർ മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നെക്സ്റ്റ്. Name of the programs to ensure the nutritious food to the all students up to 8th standard. 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതി. ആൻസർ മിഡ് ഡേ മീൽ പ്രോഗ്രാം. ഉച്ചഭക്ഷണ പരിപാടി. സർക്കാരിൻ്റെ ഉച്ചഭക്ഷണ പരിപാടിയിലൂടെ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ 8 വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രയോജനം ലഭിക്കുന്നു. നെക്സ്റ്റ് ടാസ്ക്. വാട്ട് ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓർ PDS? പൊതുവിതരണ സമ്പ്രദായം എന്നാൽ എന്ത്? ആൻസർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പീപ്പിൾ അറ്റ് റീസണബിൾ പ്രൈസ് ആൻഡ് ദി എൻറ്റയർ ചെയിൻ ഓഫ് സച്ച് ഓർഗനൈസേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദി ഗവൺമെൻറ്. ന്യായമായ വിലക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റു നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്. Name of the agencies that providing essential commodities to the people at fair price. കേരളത്തിൽ ന്യായവിലക്ക് നിത്യോപയോഗ വസ്തുക്കൾ ലഭ്യമാക്കുന്ന കേന്ദ്രങ്ങൾ ഏതെല്ലാം? ആൻസർ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് പൊതുവിതരണ കേന്ദ്രം, ഹോർട്ടിക്രോപ്സ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. ഇവയെല്ലാമാണ് ന്യായവിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്ന സർക്കാർ കേന്ദ്രങ്ങൾ. നെക്സ്റ്റ്. ദി ഫുഡ് സെക്യൂരിറ്റി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ ഡാഷ്. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ആൻസർ 2013. 2013 ഇന്ത്യൻ പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയത്.